ഇന്നത്തെ ചിന്തയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സസ് 1-14. അബ്രഹാമിന്റെ പരീക്ഷണം പരമോന്നത ബലിയെ മുൻകൂട്ടി കാണിക്കുന്ന നമ്മുടെ രക്ഷയ്ക്കായി ദൈവം തന്റെ സ്വന്തം പുത്രനായ യേശുവിനെ നൽകിയതത്രേ പരമോന്നത ബലി. ദൈവം തന്റെ സ്വന്തം പുത്രനെ നമ്മുടെ രക്ഷയ്ക്കായി നൽകിയ പരമോന്നത ബലിയെ മുൻകൂട്ടി കാണിക്കുന്ന അനുഭവമായി അബ്രഹാമിന് നേരിട്ട പരീക്ഷണവും അവന്റെ വിശ്വാസവും തീരുന്നു. നോമ്പുകാലം നമ്മുടെ ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, സുഖസൗകര്യങ്ങൾ എന്നിവ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കാലമാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും ഉയർന്നതും നല്ലതുമാണ്. നോമ്പുകാലം സുഖസൗകര്യങ്ങൾ വെടിയുവാനും നമ്മുടെ ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, സംശയങ്ങൾ, ചിന്തകൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനുമുള്ള കാലമാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതി മനുഷ്യ പദ്ധതികളെക്കാൾ ഉയർന്നതും ഉന്നതവും ശ്രേഷ്ഠവുമാണ്. വിശ്വാസം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും അവനിലേക്ക് ഏൽപ്പിക്കുന്നതിലൂടെ ആ പരമോന്നത ബലിയുടെ ഭാഗവാക്കായി തീരുവാനായിട്ട് നമുക്കിടയായിത്തീരും. ദൈവത്തിലുള്ള വിശ്വാസത്തോടൊപ്പം നമ്മുടെ ജീവിതത്തെ ആകമാനം ദൈവമുൻപാകെ സമർപ്പിക്കുമ്പോൾ നാമും ആ വലിയ പരമോന്നത ബലിയുടെ അനുഭവക്കാരാകുവാൻ സാധിക്കും. ഈ നോമ്പുകാലം നമ്മുടെ ചിന്തയും പ്രവൃത്തിയും വിശ്വാസവും അതിനായി ഇടയാകട്ടെ. അബ്രഹാമിനെ പോലെയുള്ള സമർപ്പണത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന നമ്മുടെ ചിന്തയും പ്രവൃത്തിയും വിശ്വാസവും എല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.